ഹായ്, ആദി കുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെ ചാനലിൻ്റെ പേര് ആദി കുട്ടൂസ് വേൾഡ് എന്നായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് ഞാനതിൽ മോളീസ് കിച്ചൻ എന്നും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു, പേര് മാറ്റിയതിൻ്റെ ഒരിതും, പിന്നെ ഒരുപാട് പേർക്കും എൻ്റെ വീഡിയോ ചെല്ലുന്നില്ല എന്നുള്ള ഒരിതും. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മോളീസ് കിച്ചൻ മാറ്റി എൻ്റെ ആ പഴയ പേര് തന്നെ, ഈ മോളീസ് കിച്ചൻ അടിച്ചാലും ചിലപ്പം ആർക്കും വീഡിയോ കിട്ടാറില്ല. ആദി കുട്ടൂസ് വേൾഡ് അടിച്ചാലേ കിട്ടും, ചിലപ്പം മോളീസ് കിച്ചണിൽ കിട്ടും. എന്തായാലും എൻ്റെ ചാനൽ ഇപ്പോഴും ആദി കുട്ടൂസ് വേൾഡ് എന്ന് പറഞ്ഞ് എന്നെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മോളീസ് കിച്ചൻ ഇനി വേണ്ട, ആദി കുട്ടൂസ് വേൾഡ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്, അത് മാത്രം മതി, മോളീസ് കിച്ചൻ വേണ്ടാന്ന് വിചാരിച്ചു. എന്തായാലും എനിക്ക് സബ്സ്ക്രൈബർ 2000 സബ്സ്ക്രൈബറിനകത്ത് ആവാറായി. പക്ഷേ വാച്ചവർ അതിനുള്ള ഒരിതാണ് എത്താത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവേ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്, എവിടെയെങ്കിലും ഉത്സവം കാണാൻ പോവേ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരിത് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ പിടിക്കാനുള്ള ഒരിത് കിട്ടുകയോ, അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അങ്ങനെയൊക്കെ പോയി പിടിക്കാം. ഇത് ഞങ്ങളെങ്ങും പോകുന്നില്ല, അങ്ങനെയൊന്നുള്ള ഒരിത് എനിക്ക് കിട്ടുന്നില്ല. മാത്രമല്ല എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ ചാനലിൻ്റെ പേര് ആദി കുട്ടൂസ് വേൾഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആദി കുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നാളെ Q&A ഇതിട്ടിരുന്നു. Q&A ഇതിട്ടിരുന്നപ്പം എല്ലാവരും എൻ്റെ വാട്സപ്പിൽ നമ്പർ അറിയാവുന്നവർ ഒരുപാട് പേരെൻ്റെ വാട്സപ്പിൽ ഇപ്പം ഇതിന് ശേഷവും എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ആദ്യം തന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഞങ്ങളുടെ വീട്ടിൽ ഒരംഗം കൂടി ജനിച്ചു. എൻ്റെ മോന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അത് നിങ്ങളടുത്ത് ഞാനിപ്പം വീഡിയോ ഇട്ടിട്ടിപ്പം ഷോർട്ട് വീഡിയോ അല്ലാതെ മറ്റേ വീഡിയോ ഇട്ടിട്ടിപ്പം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു എനിക്ക് ഇരുന്ന് വീഡിയോ ഇടാനുള്ള നമുക്ക് വീഡിയോ ഇടാനും ഒരു നല്ല എന്തെങ്കിലും ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരിത് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇനി ഇതിങ്ങനെ മുൻപോട്ട് പോയാൽ പറ്റില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ വന്നിരുന്നു. അപ്പം ഞാനൊരു വീഡിയോയുടെ ഇത് കുറച്ച് പറഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ പരിചയപ്പെട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടും എനിക്ക് ഒരിക്കൽ കൃഷിയുടെ വിത്തൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വേറെ 2 പേരെ അയച്ചു തന്നിട്ടുണ്ട്. അതിലൊരാൾ എൻ്റെ നമ്പർ ചോദിച്ചൊക്കെ ഒരു ദിവസം വരുമെന്ന് വരെ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. അത്ര വലിയ അടുപ്പവും സ്നേഹമുള്ള ഒത്തിരി പേര് ഞങ്ങളെ ഇതിലുണ്ട്. അപ്പം അവരൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും എടുക്കാനും പറ്റില്ല. അപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേർക്കാണ് എന്നെ അങ്ങനെ അറിഞ്ഞുകൂടാത്തത്. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി. എനിക്ക് കരകയറാൻ ഇതുവരെ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാം ഒന്നും അറിയില്ല. പിന്നെ യൂട്യൂബ് ചാനൽ എത്ര നല്ല ഇതിൽ കൊണ്ടുപോകാനും അതിനുള്ള എല്ലാ ഇതും എനിക്ക് മോൻ അതിനുള്ള എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. പക്ഷേ എനിക്കതിന് അങ്ങനെ വേറെയുള്ള സപ്പോർട്ടുകൾ മോൻ വരുമ്പോൾ എല്ലാം കൊണ്ട് തന്നൊക്കെ സപ്പോർട്ടുകളെല്ലാം മോൻ കൊണ്ട് തന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ പിടിക്കാനും അങ്ങനെ ഇവിടെ മോളാണ് കൂടെ ഉള്ളത്. മോളൊരു ശതമാനം പോലും അങ്ങനെ അതിനോടൊരു ഇതില്ല. മോളെ ഇന്നുവരെ ഞാനങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു നമുക്ക് വീട്ടിൽ സന്തോഷവും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് നല്ല വീഡിയോ എടുത്ത് ഒക്കെ ഇടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ അടുത്ത് K4 കെയർ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജോലിക്ക് പോകും. അതിലും എല്ലാവരും ഒരുപോലുള്ള മനസ്സിലുള്ളവരായിരിക്കില്ല. നമ്മുടെ സ്ഥലത്തുള്ള തന്നെ 3-4 പേര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ നോക്കി ഇരിക്കുന്നതാണ് നല്ലതല്ലേ. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോവുക.
അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഞാൻ അനിയൻ്റെ വീട്ടിൽ പോകുമ്പം അവളും ഞാനുമായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് 1-2 വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ വേറെ വീട്ടിൽ അതുപോലെ തന്നെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കല്യാണ വീഡിയോയും തലേന്ന് ദിവസത്തെ സ്വീകരണ വീഡിയോയും നിശ്ചയ വീഡിയോയും 2 അനിയന്മാരെ വീട്ടിലത് ഞാൻ കല്യാണ വീഡിയോ ഒക്കെ എന്നെ കൊണ്ടൊക്കുന്നത്. മറ്റേ ഇളയ അനിയൻ്റെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം മറ്റേ അനിയൻ്റെ അവിടുത്തെ എന്നെ കൊണ്ടൊക്കുന്നത് കിട്ടിയതെല്ലാം ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട്. കൂടുതലും ഞാൻ അണ്ണൻ്റെ അങ്ങോട്ടുള്ള ഇതിലാണ് ഞാൻ കൂടുതൽ എല്ലാം പിടിച്ചിട്ടിരിക്കുന്നത്. അല്ലാതെ എൻ്റെ കുടുംബങ്ങളിൽ ഒറ്റ വീട്ടിലത് ഞാൻ ഇന്നുവരെയും പിടിച്ചിട്ടിട്ടില്ല, ഒന്നും പിടിച്ചിട്ടിട്ടില്ല. എൻ്റെ വീട്ടിലതും അങ്ങോട്ടുള്ള എൻ്റെ ഭർത്താവിൻ്റെ കുടുംബങ്ങളിലതും മാത്രമേ ഞാൻ ഇന്നുവരെയും ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇട്ടിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അപ്പച്ചീൻ്റെ മോളപ്പുറത്ത് താമസമുണ്ട്, അവരെ വീട്ടിൻ്റെ പാല് കാച്ചി ഞാൻ പിടിച്ചിട്ടിട്ടുള്ളൂ. അത് മൊത്തവും ഞാൻ വീഡിയോ ഇന്നത്തെ പാല് കാച്ച് മൊത്തം പിടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ വായനശാലയിലെ പരിപാടി ചിലപ്പം ഒന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ പിടിച്ചിടും. അല്ലാതെയൊന്നും ഞാൻ എൻ്റെ കുടുംബങ്ങളിലേന്നും ഏറ്റവും നമുക്ക് വർഷത്തിലൊരിക്കൽ കുടുംബസംഗമമുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളും എനിക്ക് അവാർഡ് തന്ന ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ അവാർഡ് തന്നപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് അവാർഡ് കിട്ടി, പഞ്ചായത്തിൽ നിന്ന് K4 കെയറിൻ്റെ ഇതിൽ അവാർഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് K4 കെയറിൻ്റെ ഇതിൽ പഞ്ചായത്തിൽ നിന്ന് അവാർഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അല്ലാതെ 3 സ്ഥലത്തുനിന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ 3 അവാർഡ് ഞാൻ നമുക്ക് നമ്മുടെ ഈ പ്രായ സമയത്ത് നമുക്ക് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ് ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കൊച്ചിലേ കിട്ടാത്ത ഓരോ ഇത് നമ്മുടെ ഈ പ്രായത്തിൽ കിട്ടുമ്പോൾ അതിൽ ആ ഒരു അവാർഡൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോ ഇതാണ് നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിലെ ഒരു മൊമെൻറ്റോ അതിലെ ഒരു അവാർഡ് എനിക്കത് ഇന്ന് ഞാൻ എൻ്റെ നിധി പോലെ സൂക്ഷിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് എൻ്റെ കൊച്ചുങ്ങളെ എന്ന് ഞാൻ ആ അവാർഡ് എടുത്താൽ അത് എന്ന് പറഞ്ഞാൽ അതെടുത്താൽ പോലും ഞാൻ എൻ്റെ മോൻ കുട്ടൂസ് മോളെ കുഞ്ഞെന്ന് ചിലപ്പോൾ മാമേരെ ഇതൊന്നും എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ട്രോഫി ഒന്നും എടുക്കട്ടെ എന്നും പറഞ്ഞൊക്കെ ചെന്ന് ഇത് എടുക്കുമ്പോൾ പോലും ഞാൻ ആദ്യം തൊഴാൻ സമ്മതിക്കില്ലായിരുന്നു. 3 എണ്ണം, ഒന്ന് എൻ്റെ കുടുംബസംഗമത്തിൽ കിട്ടിയതും, 2 എണ്ണം ഒന്ന് വായനശാല സന്മാർഗദായിനി വായനശാലയിൽ നമുക്കിപ്പോൾ തന്നതും, ഒന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് CDSൻ്റെ ഇതിൽ കിട്ടിയതും. ഏറ്റവും നല്ല ബഹുമതികളാണ് നമുക്ക്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ റൂമിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു അവാർഡാണത്. ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരെണ്ണമാണത്. അപ്പം എന്നെ എൻ്റെ മരുമോള് പ്രസവിച്ച് നല്ലൊരു ചുണക്കുട്ടി, നല്ലൊരു പെൺകുഞ്ഞാണ് നമുക്ക്. നമ്മുടെ വീട്ടിൽ പെൺകുഞ്ഞാണ് ഇല്ലാതിരുന്നത്. അങ്ങനെ നമുക്ക് ഒരു പെൺകുഞ്ഞിനെ കിട്ടി, ഒരു മോളുകുട്ടിയെ കിട്ടി. എനിക്ക് മോളുകുട്ടിയെ ഇഷ്ടം, പെൺകൊച്ചുങ്ങളെ ഇഷ്ടമാണ്, മോനെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. 2 മോന്മാരുണ്ട്. അതുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ദൈവം അത് തന്നു. അതിലെനിക്ക് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എനിക്കത്ര സന്തോഷം ആണ്. എൻ്റെ മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. മക്കൾക്ക് നല്ലതുപോലെ ജീവിക്കാനുള്ള ശേഷിയും പ്രാപ്തിയും എൻ്റെ മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ഇതാവുന്നു. അതുപോലെ തന്നെ ദൈവമേ, ഭഗവാനെ, സർവശക്ത, ഗൾഫ് നാടുകളിൽ നടക്കുന്ന യുദ്ധം, നമ്മുടെ മക്കൾ ഓരോരുത്തരും അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് മഴയെന്നോ വെയിലെന്നോ ചൂടെന്നോ ഇല്ലാതെ അവിടെ കിടന്ന് അവിടെ പാടുപെട്ടാണ് ഈ നാട്ടിലേക്ക് ഒരു 10 പൈസ അയക്കുന്നത്. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊടിഞ്ഞ് നമ്മൾ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഓരോന്നും കാണുമ്പം നമുക്ക് വിളിച്ച് ചോദിക്കുമ്പം അവർക്ക് ദേഷ്യവും, അതുകൊണ്ട് നമ്മുടെ മനസ്സിലടക്കി പോകുന്നു. അത്രയേ ഉള്ളൂ. മൊബൈലിൽ തന്നെ എപ്പോഴും വാർത്ത, പത്രം ഇല്ല, പത്രം വരുത്തുന്നില്ല. 2 ദിവസം കൊണ്ട് നമുക്ക് പാർട്ടിയുടെ പത്രം കിട്ടുന്നുണ്ട്. ദേശാഭിമാനി അവർ പത്രം ഈ വോട്ട് ചോദിക്കാൻ വരുന്നതുകൊണ്ട് പത്രം കൊണ്ട് തരുന്നുണ്ട്. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് പത്രം കിട്ടുന്നുണ്ട്. പത്രം വരുത്തുന്നൊരു വീടായിരുന്നു, ഇപ്പം കുറച്ചാളുകൊണ്ട് പത്രം ഇടുന്നില്ല. അതൊക്കെ നമുക്കൊരു വല്ലാത്തൊരിതാണ്. നമുക്ക് വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയത് അതാണ്. പിന്നെ നമുക്കിപ്പോൾ എല്ലാം ഇങ്ങനെ ഇതൊക്കെ മൊബൈലിലൊക്കെ വാർത്തകൾ കിട്ടുന്നത് കൊണ്ട്, എന്നാലും മറ്റതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അപ്പോഴെപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നൊരിതാണ്. രാത്രി പോലും നമ്മൾ മൊബൈലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. അതൊക്കെ അങ്ങനെയാണ്. അപ്പം സർവശക്തനായ ഭഗവാനെ ഒന്നും യാതൊരു ഇതുമില്ലാതെ നല്ലതായിട്ട് ഇത് നല്ല മനസ്സ് തോന്നി ഇതെല്ലാം അവസാനിക്കാൻ നമുക്ക് ദൈവത്തിനോട് ഈ ത്രിസന്ധ്യ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും ഒരാപത്തും ഒന്നും സംഭവിക്കാതെ നല്ലതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയുമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ് നിർത്തിയ, ഒത്തിരി പേരെൻ്റെ കൂടെ ചോദിക്കുന്നു വീഡിയോ ഇടാത്തത് അന്ന് പറഞ്ഞ് നിർത്തിയതല്ലേ വീഡിയോ ഇടാത്തത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പുതിയ വീട് ഇവിടെ വയ്ക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. ഞാൻ അന്ന് വീടിൻ്റെ കാര്യം, അത് നമുക്ക് വീട് അനുവദിച്ചതിൻ്റെ അത് പേര് ഓർമ്മിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. ഗൃഹശ്രീ പദ്ധതി പ്രകാരമാണ് വായനശാലയെന്ന് നമുക്ക് 2 വീട് അനുവദിച്ചു. ഒന്ന് ഒരു മെമ്പർക്കും, ഞാൻ അവിടുത്തെ രണ്ടാമത്തെ ഏജൻ്റായിരുന്നു. ആദ്യത്തെ ഏജൻറ്റ് പിന്നെ മാറിയപ്പോൾ പിന്നെ രണ്ടാമത്തെ ഏജൻ്റായിരുന്നു ഞാൻ. ഫസ്റ്റ് ഏജൻ്റായി. രണ്ടാമത് കയറിയ ഏജൻ്റാണ് ഞാൻ. അങ്ങനെ എനിക്ക് ആ വീട്, നമുക്ക് വീട് വയ്ക്കുന്നതിനോട് യാതൊരു ഇതും ഇല്ലാതിരുന്നിട്ട് നമുക്ക് നിർബന്ധിച്ച് ഇതാക്കിയതാണ്. അങ്ങനെ വീട് വെച്ചു. നമുക്ക് വീട് വയ്ക്കാൻ, മോളെ അയക്കാനിരിക്കുന്ന സമയത്ത് വീട് വയ്ക്കാനും കൂടി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരിതല്ല. കാര്യം നമുക്ക് വേറെ വരുമാനങ്ങളില്ല, റബ്ബറും തോട്ടമില്ല. നമുക്ക് വേറെ അണ്ണൻ ജോലിക്ക് പോകുന്നു, ഞാനൊരു ചെറിയ ജോലി ചെയ്യുന്നു. ഇതല്ലാതെ മോൻ ഗൾഫിൽ പോയി പച്ച പിടിക്കാൻ അവൻ്റെ കടം തീർന്നതേ ഉള്ളൂ. എൻ്റെ കൊച്ച് പോയി അങ്ങനെ ആയി ഓരോന്ന് വരുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ എന്തായാലും അത് വീട് വയ്ക്കാൻ എല്ലാവർക്കും ഒരു സമയമുണ്ടെന്ന് പറയും. നമുക്ക് ആ വീട് വയ്ക്കാനുള്ള ഒരു സമയമായിരുന്നിട്ടുണ്ട്. അങ്ങനെ പൈസ അടയ്ക്കുന്നു. 2 ലക്ഷം രൂപ നമ്മൾ അടച്ചപ്പോൾ 3,86,000 രൂപയാണ് നമുക്ക് ഗൃഹശ്രീ പദ്ധതി പ്രകാരം കിട്ടിയത്. മാമൻ്റെ മോനാണ് നമുക്ക് വീട് വെച്ച് നൽകിയത്. അതുകൊണ്ട് നമുക്ക് പൈസയുടെ ഒരിത് നോക്കാതെ അണ്ണൻ പൈസ എപ്പോഴായാലും കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ട് മുന്നേ അവർ വന്ന് നോക്കിയിട്ടേ നമുക്ക് പൈസ തരും. പക്ഷേ അത് നോക്കേണ്ട ഒരു അവസരം വന്നില്ല, നമുക്ക് നോക്കാൻ വന്നിട്ടുമില്ല. നമുക്ക് മുന്നേ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ പണികളും മുന്നേ ചെയ്തു. പൈസ അവസാനത്തെ ലാസ്റ്റ് പൈസ താമസിച്ചു. ഞാനിവിടെ നിന്ന് വിളിക്കും, പൈസ ഇടാൻ താമസിക്കുമ്പോൾ ഞാൻ പിന്നെ കൊല്ലം അവിടെ ഓഫീസിൽ വിളിക്കും. അവസാനം 2 പ്രാവശ്യം പോവേണ്ടി വന്നു. അങ്ങനെ പോയി. അങ്ങനെ ആണ് ഗൃഹശ്രീ പദ്ധതി പ്രകാരം നമുക്ക് ഇത് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് വീട് പിന്നെ തീ പിടിച്ചാലോ അങ്ങനെ എങ്ങാണ്ടേക്കൊക്കെ ആ ഒരു ഇതിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കണമായിരുന്നു. അത് ആ ഓഫീസിൽ പോയി ഇൻഷുറൻസ് എടുത്തു. പിന്നെ ഇത്ര വർഷത്തേക്ക് ബോണ്ടിങ് അങ്ങനെ ഒരു ഇത് വിൽക്കുമോ അങ്ങനെ ഒന്നും പാടില്ല, അതിനുള്ളൊരിതുണ്ടായിരുന്നു. അതെല്ലാം പോയി ചെയ്തു. ഞാനതെല്ലാം പോയി അവസാനത്തെ പ്രാവശ്യം പൈസ വരുമ്പോൾ അങ്ങനെയാണ്, അതെല്ലാം പോയി ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ഒന്നും ആകില്ല. പാർക്കാൻ പോലും ഈ പറഞ്ഞ കണക്ക് അവർ പറയുന്ന സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അങ്ങനെ നമ്മൾ വീട് വയ്ക്കുന്നു. ഇപ്പോൾ ഈ വീട് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും നല്ല ഭംഗിയുള്ള വീടെന്ന് പറയുന്നത് പോലെ നമ്മൾ ആദ്യം വെച്ച വീടും വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും അതേപോലെ തന്നെയാണ് പറഞ്ഞത്. വീട് വന്ന് കണ്ടിട്ടും
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഒതുങ്ങിയ നല്ല നല്ല ഭംഗിയുള്ള വീട്. അതുപോലെ തന്നെ നമ്മളെ ഈ വീടിൻ്റെ മോഡൽ വയ്ക്കാൻ തന്നെ രണ്ട് പേര് വന്ന് വീട്ടിൻ്റെ മോഡൽ നോക്കാനായിട്ട് വന്നു. നമ്മുടെ അടുക്കളയും എല്ലാം ഇപ്പോഴുള്ള അടുക്കളയെക്കാളും നല്ല അടുക്കള, നല്ല ഗ്രാനൈറ്റും എല്ലാം. അത് ഒരുപാട് സ്ഥല സൗകര്യം, നമുക്ക് സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കാനും എല്ലാം നല്ല അടുക്കളയായിരുന്നു. എല്ലാത്തിനും നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് ഇപ്പോൾ മോൻ വലിയ വീടാക്കിയത്. അപ്പം മോൻ വലിയ വീടാക്കി. അപ്പം ആ ഒരിതായി. അങ്ങനെ നമ്മൾ വീടിൻ്റെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീട് വെച്ചു. വീട്ടിൽ വെച്ചായിരുന്നു മോളുടെ കല്യാണം. അങ്ങനെ മോളുടെ കല്യാണമൊക്കെ സന്തോഷമായി നടന്നു. കല്യാണത്തിനും 5 ദിവസം ഉള്ളപ്പോൾ മോൻ ലീവിന് വന്നു. അപ്പോൾ മോൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് വളരെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിലൊരു അണ്ണനൊരു സഹായിയും കൂടെ ആയി എന്നുള്ള ഒരു ഇതിൽ മോനും കൂടി എത്തിയപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അതൊരു സന്തോഷമായി. അപ്പോൾ കല്യാണം പറച്ചിൽ എല്ലാം നമ്മൾ എല്ലാം റെഡിയാക്കി. വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഡ്രസ്സെടുപ്പും എല്ലാം റെഡിയാക്കിയായിരുന്നു. അങ്ങനെ പുതിയ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മോളെ കല്യാണത്തിൻ്റെ സ്വീകരണവും എല്ലാം ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അപ്പം പയ്യൻ നമുക്ക് ബന്ധപ്പെട്ടത് ആയിരുന്നു. അവരെ വീടും ഇവിടെ നിന്ന് കുറച്ച് അവിടെയും സ്വീകരണം ഇവിടെയും സ്വീകരണം, രണ്ടിടത്തും ആൾക്കാർക്കെല്ലാം പോകണം എന്നുള്ളൊരിതായി. അങ്ങനെ കല്യാണം നല്ല രീതിക്ക് നമുക്ക് കാഞ്ഞിരത്തുമൂട് ശ്രീധനിയിൽ വെച്ച് മോളെ കല്യാണം നടന്നു. അങ്ങനെ ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച് ഇതായി. കല്ലും മുള്ളും നിറഞ്ഞ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അണ്ണൻ അതിനുശേഷം ആ ജോലി നിർത്തിയതിന് ശേഷം റേഷൻ കടയിൽ സെയിൽസ്മാനായിട്ട് കയറി. ഞാൻ കളക്ഷൻ ഏജൻ്റായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം അത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ അത്തച്ചിട്ടിയിൽ നിന്ന് മാറിയിട്ട് RD കളക്ഷൻ എടുത്ത് അത്തച്ചിട്ടിയിൽ നിന്ന് നിർത്തി 12 വർഷം അത്തച്ചിട്ടി എടുത്തു. പിന്നെ അതിന് ശേഷം 3 വർഷം RD കളക്ഷനാണ് പിന്നെ എടുത്തത്. അതിനോടൊപ്പം തന്നെ അണ്ണൻ ഇരിക്കുന്ന റേഷൻ കടയിലെ കുറച്ച് ഇപ്പുറത്തായിട്ടൊരു കടയെടുത്ത് ചെറിയൊരു ബേക്കറിയും കൂടെ തുടങ്ങി 4.5 വർഷം ആ കടയിലും ഇരുന്നു. ആ കടയിൽ നമുക്ക് സാധനം എടുത്തിടുകയാണെങ്കിൽ കച്ചവടമുണ്ട്. നമ്മളെ കടയിൽ എത്രത്തോളം സാധനമുണ്ട്, കട തുടങ്ങിയ സമയത്തൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. 20 ഗ്ലാസ് പാലിന് പുറത്ത് ഞാൻ ചായ ഒഴിച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ നല്ല ചായ കൊടുക്കുമ്പോൾ അതിനാളും ഉണ്ട്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം, പിന്നെ ചെറിയ രീതിക്ക് ഉള്ള ബേക്കറി സാധനങ്ങളെല്ലാം. പിന്നെ ഞാൻ അത് മാത്രമായപ്പോഴത്തെ വെളിച്ചെണ്ണ, തേയില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ, പഞ്ചസാര അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കാൻ ഒരുങ്ങിയപ്പോൾ അടുത്ത കടയിൽ, അത് നമ്മൾ തൂക്കി കൊടുക്കുന്ന സാധനമല്ലല്ലോ, ചായ കച്ചവടം എൻ്റെ കടയിൽ ചേർന്നുള്ള കടയിൽ അവർ ചായ കച്ചവടം തുടങ്ങി. അങ്ങനെ 4.5 വർഷം ഞാൻ എന്തായാലും ചാണപ്പാറയിരുന്നു, കച്ചവടമൊക്കെ നടന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ വീട്ടിൽ ആളില്ലാതിരിക്കാൻ പറ്റില്ല, മോൻ നാട്ടിലില്ല. അങ്ങനെ അണ്ണൻ റേഷൻ കടയിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞ് അണ്ണൻ റേഷൻ കടയിൽ നിന്ന് ഇറങ്ങുന്നു. ഞാൻ പിന്നെ മോൻ വന്നപ്പോഴത്തേക്ക് 2 മാസം അടച്ചിട്ട് പിന്നെ ഞാൻ ആ കടയങ്ങ് വിട്ടു. പിന്നെ കട മുതലാളിയെ ഏൽപ്പിച്ച് വിട്ടു. പിന്നെ ഞാൻ ഈ കട ഇതാക്കിയില്ല. പിന്നെ ഞാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ K4 കെയറിൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജോലിയിൽ ഇതായി. ആ ജോലി ഇതാക്കി ഇപ്പം 3-മൂന്നാമത്തെ വർഷമാണ്. അതിൻ്റെ ഇത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവായിട്ട് ജോലി എടുത്തു. കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കൂടുതലും ഹോസ്പിറ്റൽ കെയറാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീടുകളിലും 10 ദിവസം അങ്ങനെ ഇതൊക്കെ കെയർ ടേക്കറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ഇതായിട്ടുള്ളതാണെങ്കിൽ പോകുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു നേരുകൊണ്ട് അത് കിട്ടിയത് ഏറ്റവും പുണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു.
ആ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് പൈസ കയ്യിൽ കിട്ടുന്നു എന്നല്ലാതെ അത് ദൈവമായിട്ട് തന്നൊരു ജോലിയാണ് എന്നാണ് ഞാൻ വയ്ക്കുന്നത്. ഇപ്പം ഞാൻ ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോഴും ഞാൻ വന്ന് എഴുതിയിടാറുണ്ട്. ഒരു 10-20 ഇപ്പം തന്നെ ഒരു 10-28 ഇത് ഇപ്പോഴും തന്നെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് മാറിയും തിരിഞ്ഞും 5 ദിവസം, 10 ദിവസം, 15 ദിവസം, 20 ദിവസം, പിന്നെ വന്നുപോയി ചിലപ്പം നിൽക്കുന്നത്. അങ്ങനെ ഒത്തിരി ഒരുപാട് 2025 ആണ് ഏറ്റവും കൂടുതൽ ജോലി ഞാൻ ചെയ്തത്. എന്തായാലും അങ്ങനെ K4 കെയറിൻ്റെ ഒരു ജോലിയിലാണ് ഞാനിപ്പം മുന്നോട്ട് പോകുന്നത്. മോൻ ഗൾഫിൽ നിന്ന് മോളെ 7 മാസം പൂർത്തിയാവുന്നതിന് മുന്നേ പ്രസവത്തിന് കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് പോയത്. മോൻ 6 ദിവസത്തെ ലീവിന് വന്നിട്ടാണ് പോയത്. അപ്പം മോൻ പോയപ്പോഴത്തേക്ക് മോളെ അങ്ങോട്ടാക്കിയിട്ട് പോയി. അടൂർ ലൈഫ് ലൈനിലായിരുന്നു പ്രസവം. സുഖമായിട്ട് പ്രസവിച്ചു. രമ്പാട്ടി പെൺകുട്ടിയെ നമുക്ക് കിട്ടി. അങ്ങനെ ഞാൻ ജോലിക്ക് തലയ്ക്കുന്ന ദിവസം ഇവിടെ വരുന്നു. രാത്രി 2 മണിയായപ്പോൾ വിളിക്കുന്നു, മോക്ക് ഇങ്ങനെ സുഖമില്ല എന്നുള്ളത്. അപ്പോൾ രാവിലെ വിളിച്ചിട്ടും കുഴപ്പമില്ല, ഉച്ച കഴിയുമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങി. എന്തായാലും സുഖമായിട്ട് പ്രസവിച്ചു. എല്ലാം ദൈവഹിതം പോലെ ഒരാപത്തും ഇല്ലാതെ മോളും വലിയ നിർബന്ധവും കരച്ചിലും ഇല്ലാത്ത ഒരു മോക്ക് വിശക്കുമ്പോൾ മോള് കരയും. അവൾക്ക് വിശപ്പിന് കൊടുക്കുക, അവിടെ കിടന്നുറങ്ങി അല്ലെങ്കിൽ കണ്ണം തുറന്ന് കിടന്നാലും അവൾക്ക് വലിയ കരച്ചിലും വിളിയില്ല. ഒരു പാവപ്പെട്ട ഒരു പൊന്നുമോളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നാളെ എങ്ങനെയെന്ന് അറിയത്തില്ല. നമുക്ക് കരച്ചിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക്. അതുകൊണ്ട് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് 2 മണിക്കൂർ പാൽ കൊടുക്കണമല്ലോ. അത് ഏത് കുഞ്ഞുങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ്. എന്നാലും മോള് വാവിട്ടങ്ങനെ ഒരു വിളിയും കരച്ചിലും ഒന്നുമില്ല. കണ്ണ് തുറന്നാലും മോള് കണ്ണ് തുറന്ന് കിടക്കും. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകെ പറയാം. ഇപ്പോൾ വീടൊക്കെ വലുതാക്കി എൻ്റെ പൊന്നുമോൻ്റെ കഷ്ടപ്പാടാണ് ഇതെല്ലാം. മോൻ തന്നെയാണ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം എല്ലാത്തിനും മോൻ്റെ മുമ്പ് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം ആശുപത്രിയിലൊന്ന് പോകണം, ഒരു ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് പോകണം. ആശുപത്രി കേസിനൊക്കെ ഒരുപാട് പൈസ ടെസ്റ്റുകൾക്കായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവാകും. അങ്ങനെയൊന്നും ഞാൻ മോനോട് അങ്ങനെ ചോദിക്കാറില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുക അങ്ങനെ ഒരുപാട് ഒരു വർഷത്തിനകത്ത് വെച്ചൊക്കെ എനിക്ക് ഒരുപാട് പൈസകൾ ചിലവായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് എല്ലാത്തിനും എൻ്റെ മോനോട് ചോദിക്കാൻ പറ്റുമോ? മോനല്ലേ എല്ലാം ചെയ്യുന്നത്. നമുക്കുള്ള കടങ്ങളായാലും എല്ലാം എൻ്റെ കൊച്ചുപോയി തന്നെയാണ് എല്ലാം ഇതാക്കിയത്. ആ ഒരു ഇത് രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ.